മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയതും വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാം. ജസ്റ്റ് 5 മിനിറ്റ് കുക്കിംഗ് ടൈം മാത്രം ആവശ്യമുള്ള ഒരു ഹെൽത്തി വെജ് പ്രോട്ടീൻ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രോട്ടീൻ എടുക്കുമ്പോൾ നമുക്ക് ക്രേവിങ് കൺട്രോൾ ചെയ്യുന്നതിനും ഇനഫ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിനും വെയിറ്റ് റിഡക്ഷനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ക്വിക്കായിട്ട് റെസിപ്പി ഒന്ന് കണ്ടാലോ. അതിനുവേണ്ടി ഇതുപോലെ ഒരു മിക്സഡ് ജാർ എടുത്തേക്കുക. എന്നിട്ട് അതിലോട്ട് നല്ല പുളിപ്പില്ലാത്ത കട്ടത്തൈര് ആഡ് ചെയ്തേക്കുക. ഒരു 1/2 കപ്പ് കട്ടത്തൈര് മതിയാവും. ആൻഡ് 2 ടേബിൾ സ്പൂൺ ബേസൻ അല്ലെങ്കിൽ കടലമാവാണ് നമുക്ക് ആവശ്യം. 2 പച്ചമുളക് ആവശ്യമാണ്, മുളക് പൊടി ആവശ്യമാണ്, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ ആൻഡ് ടർമറിക് പൗഡർ, കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് സൈഡിൽ വെച്ചേക്കുക. 5 മിനിറ്റ് കുക്കിംഗ് ടൈം മാത്രം റിക്വയർഡ് ആയിട്ടുള്ള ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന് പാൻ അടുപ്പത്ത് വെച്ചേക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ആഡ് ചെയ്യുക. എന്നിട്ട് അണിയൻ ആൻഡ് ടൊമാറ്റോ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ കൂടുതൽ നല്ലതാണ്. കറിക്ക് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് സഹായിക്കും. നേരത്തെ അരച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ച കടല അതിലോട്ട് ആഡ് ചെയ്യുക. കടല ഒരു തിള വരുന്നത് വരെ, കടല കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓഫ്, എന്നാ ടേസ്റ്റാണ്! സത്യമായിട്ടും ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതിന് ഞാനാണ് ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ലവ് യു, താങ്ക് യു.